സ്തോത്രം സ്തോത്രപ്പ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രപ്പ. നന്ദിയപ്പ. ദൈവത്തിൻ്റെ മഹനീയമാം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. സ്വർഗീയ പർദീസ എന്ന ഈ വീഡിയോയുമായി ഒരിക്കൽ കൂടി സ്വർഗദാത അവിടുത്തെ മക്കളുടെ മുൻപാകെ നിൽക്കുവാൻ തന്ന വൻഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. അപ്പോൾ സർവമാനവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം പൊന്നപ്പ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗപിതാവേ, കൃപയോടെ കേൾക്കണം. പ്രിയരെ, ഈ ഭൂമിയിൽ മനുഷ്യരായ നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ വിധം ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യരുടെ ഈ ഭൂമിയിലെ ലക്ഷ്യം എന്തെന്ന് നാം അറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ, ആത്മാവാം സത്യദൈവത്തെ ആരാധിച്ച് വാഴ്ത്തിപ്പാടി സ്തുതിക്കുക. ഇതാണ് നമ്മുടെ ഭൂമിയിലെ പരമപ്രധാനമായ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് മാനവർ തങ്ങൾക്ക് തന്നെ മഹത്വം കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ അതിപ്രഗത്ഭരായി ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ നമ്മളെ തന്നെ മഹത്വപ്പെടുത്തിയ ലൂസിഫറിൻ്റെ ഒരു ഗതിയായിരിക്കും നമ്മൾക്ക് വരിക. ലൂസിഫർ ദൈവത്തോട് അടുത്ത് ഇരുന്ന ഒരു ദൈവദൂതനായിരുന്നു. എന്നാൽ മഹത്വം തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച നിമിഷം തന്നെ ദൈവം ലൂസിഫറിനെ വെട്ടി താഴെയിട്ടു, പിശാചായി മാറി. ഇന്ന് ആ പിശാച് തന്നോടുകൂടെ ആളെ ചേർക്കേണ്ടതിന് ഈ ഭൂമിയിലെ ആധിപത്യം കൈയടക്കിയ പിശാച് യേശുനാഥൻ അവൻ്റെ തല കാൽവരിയിൽ തകർത്തെങ്കിലും തലയില്ലാത്ത ഉടലുമായി മാനവരെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ നമ്മുടെ ദൈവത്തിൻ്റെ അഗാധ കരുണയെയും സ്നേഹത്തെയും കുറിച്ച് കർത്താവിൻ്റെ വൻകൃപയാലൊന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഗാനം ആലപിക്കുകയാണ്. കാറ്റിനെ ശാന്തമായി മാറ്റിയ കടലിനെ ശ്വാസേ ചമർത്തിയ ദൈവം യേശുനാഥൻ, യേശുനാഥൻ ഏകദൈവം സത്യദൈവം. കാൽവരി മലമുകളിൽ സ്നേഹത്തിൻ കാരുണ്യത്തിൻ ത്യാഗത്തിൻ മഹാകാവ്യം ചമച്ചു നാഥൻ മാനവർക്ക് കാവ്യം ചമച്ചു നാഥൻ. സ്തോത്രമെന്നും നാഥ യേശുനാഥ അങ്ങേക്കായി തുതി തുതി തുതിയെന്നും യേശുനാഥ അങ്ങേക്കായി മഹത്വമെന്നും കാരുണ്യമേ അങ്ങേക്കായി. ഹല്ലേലൂയ. ഒരു തിരുവചന ഭാഗം വായിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 35, 36, 37 വാക്യങ്ങൾ.
നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പിൻ. യജമാനൻ വരും നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ശുദ്ധവേദ പുസ്തകമായ ബൈബിളിൽ ഏറ്റവും നമുക്ക് സന്തോഷം പകരുന്ന, നമുക്ക് അവിടുത്തെ വൻകൃപയിൽ മഹത്വം പകരുന്ന ഒരു തിരുവചന ഭാഗമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ ഈ തിരുവചന ഭാഗം, കർത്താവിൻ്റെ തിരുവചന ഭാഗം. പ്രിയപ്പെട്ടവരെ, നമുക്ക് യജമാനൻ തൻ്റെ ഭൃത്തനെ ഏൽപ്പിച്ച്, തൻ്റെ വീടിൻ്റെ കൈകാര്യമെല്ലാം ഏൽപ്പിച്ച് ദൂരെ പോകുമ്പോൾ യജമാനൻ ഏത് സമയവും മടങ്ങി വരാം. പ്രിയപ്പെട്ടവരെ, ഭൃത്യൻ്റെ തൻ്റെ ദാസൻ്റെ ഏകകടമ വരുന്ന നിമിഷം വാതിൽ തുറന്നു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അത് ദാസൻ്റെ കടമ തന്നെയാണ്. എന്നാൽ ചില ദാസന്മാർ ഉറങ്ങി യജമാനൻ വരുന്നേരം വാതിൽ തുറക്കാതെ യജമാനനെ വിഷമിപ്പിച്ചാൽ യജമാനൻ അദ്ദേഹത്തെ, ദാസനെ എന്തു ചെയ്യുമെന്ന് പറയേണ്ട കാര്യമില്ല. എന്നാൽ യജമാനൻ വരുന്നത് കാതുറപ്പിച്ചിരുന്നുകൊണ്ട് യജമാനൻ വന്ന് കരടി ശബ്ദം കേൾക്കുമ്പോൾ തന്നെ, മുട്ടുവാൻ തുടങ്ങുമ്പോൾ തന്നെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഭൃത്യനെ തിരുവചനം പറയുന്നു, തൻ്റെ യജമാനൻ അരകെട്ടിക്കൊണ്ട് ഈ ദാസനെ ഭക്ഷണത്തിന് ഇരുത്തി ശുശ്രൂഷ ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ആ മഹാഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിത്തരുന്ന ആ ദൈവം അരകെട്ടി എന്ന് പറയുമ്പോൾ വളരെ ജാഗ്രതയോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ മഹാകാരുണ്യം. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ ഒന്ന് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ യേശുനാഥൻ തൻ്റെ കൽപ്പനകളും എല്ലാം തന്ന് യഹോവയാം ദൈവവും പരിശുദ്ധാത്മാവും നമ്മളെ പരിപാലിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മൾ സദാസമയവും ജാഗ്രതയോടെ ഇരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും വായിലുമെല്ലാം ഒരു നിമിഷം പോലും തിന്മയുടെ വചനം വരുവാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷമാണ് യജമാനൻ വരുന്നതെന്ന് അറിയില്ലല്ലോ. ഞാൻ വാതിക്കൽ മുട്ടുന്നു, വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിച്ച് അവരോടുകൂടി അത്താഴം കഴിക്കുമെന്ന് യേശുനാഥൻ പറയുന്നു. പ്രിയരെ, അങ്ങനെയെങ്കിൽ സ്തോത്രം കുറച്ചു നേരം തിന്മയിൽ മുഴുകാം, കുറച്ച് വഴക്കിടുകയും അസഭ്യം പറയുകയൊക്കെ ചെയ്യാം, പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ നന്മ പ്രവർത്തിക്കാം എന്ന് വിചാരിക്കരുത്. യാക്കോബിൻ്റെ സുവിശേഷം, ഒരേ ഉറവയിൽ നിന്ന് ഉപ്പുവെള്ളവും മധുരമുള്ള വെള്ളവും പുറപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഉപ്പുവെള്ളം പുറപ്പെട്ടാൽ ആ ഉറവ ഉപ്പ് തന്നെ. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശുദ്ധീകരിക്കാം. പരിശുദ്ധാത്മാവും യഹോവയാം ദൈവവും നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശുനാഥൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഇങ്ങനെ നമ്മൾ നമ്മുടെ യേശുനാഥൻ്റെ കൽപ്പനകൾ നിരന്തരം പാലിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശുനാഥൻ അരകെട്ടി നമ്മെ ഭക്ഷണത്തിന് അരകെട്ടി നമ്മുടെ ജീവിതത്തിന് വേണ്ട സകല കാര്യങ്ങളും ചെയ്ത് തരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നന്മയിൽ മാത്രം മുഴുകി നാം ജീവിക്കുകയാണെങ്കിൽ ദൈവവും യേശുനാഥനും
പരിശുദ്ധാത്മാവും നമുക്ക് ഏത് നിമിഷവും സഹായകരായി വർത്തിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവർ. തിന്മയുടെ ഒരു വാക്കും നമ്മുടെ വായിൽ നിന്ന് ഉച്ചരിക്കരുത് പ്രിയപ്പെട്ടവർ. കർത്താവ് നമ്മെ അതിനുവേണ്ടി ഒരുക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു സാക്ഷ്യം കൂടി അടിയാത്തി പറയുകയാണ് പ്രിയപ്പെട്ടവർ. അടിയാത്തി ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ പ്രിയരെ അന്ന് അടിയാത്തിക്ക് പോകുവാൻ ബസ് കാശ് 5 രൂപ ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. തിരിച്ച് വരുവാനും 5 രൂപ വേണം, 10 രൂപ വേണം. എന്നാൽ 5 രൂപ ഒരു ഇത് ഒപ്പിച്ചുകൊണ്ട് അടിയാത്തി ജോലി സ്ഥലത്ത് പോയി പ്രിയപ്പെട്ടവർ. ജോലി തുറന്നു. എന്നാൽ അടിയാത്തിയുടെ മനസ്സിൽ തിരിച്ചു പോകുവാനുള്ള 5 രൂപ എങ്ങനെ ഒപ്പിക്കുമെന്ന ചിന്തയായിരുന്നു പ്രിയപ്പെട്ടവരെ. ഒരു കൂട്ടുകാരിയോട് 5 രൂപ മേടിച്ച് വെക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ. എന്നാലും വീട്ടിൽ അല്പം കഷ്ടപ്പാടായിരുന്നതിനാൽ വീട്ടിലെ സ്ഥിതിയായിരുന്നു മനസ്സ് മുഴുവനും പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ സമയം അന്ന് ഭക്ഷണം കൊണ്ടുപോകാൻ സാധിച്ചില്ല. വെള്ളം കുടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയം എനിക്ക് ഒരു സൂപ്പർവൈസറുടെ കോൾ വന്നു. 3ാമത്തെ കെട്ടിടത്തിൽ വെള്ളം വീണു, ചെന്ന് തുടക്കണമെന്ന്. ഞാൻ ഓടിച്ചെന്ന് 1ാം നിലയിൽ കൂടി ഓടിച്ചെന്ന് 3ാമത്തെ നിലയിലെത്തിയപ്പോൾ അവിടുത്തെ വെള്ളം ആരോ തുടച്ചു മാറ്റിയിരുന്നു. അങ്ങനെ ഞാൻ താഴെ കൂടി ഇറങ്ങി മുറ്റത്തുകൂടി പോകാമെന്ന ധാരണയിൽ മുറ്റത്തേക്ക് ഇറങ്ങുവാനും പ്രിയരെ ഒരു വണ്ടി, കാറാണെന്ന് തോന്നുന്നു, വണ്ടി പുറകോട്ടെടുത്തു. പെട്ടെന്ന് വണ്ടിയുടെ അടിയിൽ ഒരു മിനുക്കം ഞാൻ ശ്രദ്ധിച്ചു. അവിടെ സെക്യൂരിറ്റിക്കാരും ധാരാളം ആളുകളും നിൽക്കുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ഞാൻ ആ മിനുക്കം പോയെടുത്തു. ആരും എന്നെ ശ്രദ്ധിച്ചില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ നോക്കിയപ്പോൾ ഒരു ജുമുക്ക ചളുങ്ങിക്കിടക്കുന്നതായിരുന്നു. ഞാനത് എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് അത് അമ്മച്ചിയോട് പറഞ്ഞ് ചെക്ക് ചെയ്ത പണയം വെക്കാൻ ഏൽപ്പിച്ചപ്പോൾ 1400 രൂപ കിട്ടി പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവം നമ്മെ എന്തുമാത്രം കരുതുന്നു പ്രിയപ്പെട്ടവരെ. ദാരിദ്ര്യം ഒന്ന് മാറി ഒരു നിറവ് വരുത്തുവാൻ കർത്താവ് സഹായിച്ചു പ്രിയരെ. സ്നാനം ഏറ്റതിന് ശേഷം തിരുവചനം വായിക്കുകയും നന്മ ചെയ്യാൻ ശ്രമിക്കുകയും പൂർണ്ണമായും നന്മ കൊണ്ട് നിറഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നന്മ കൊണ്ട് നിറയുവാനും അടിയാത്തി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ നിരവധി അനവധി ഹല്ലേലൂയ അത്ഭുതങ്ങൾ എൻ്റെ പൊന്നപ്പൻ ചെയ്തതോർത്ത്, എൻ്റെ പൊന്നു കർത്താവ് ചെയ്തതോർത്ത് ഞാൻ അവിടുത്തെ സ്തുതിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ യേശുനാഥനിൽ വിശ്വസിച്ച് അവിടെ നിറഞ്ഞ് നടക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, തിരുവചനം പറയുന്നു, അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിതരായില്ലേ എന്ന്. നമ്മെ ലജ്ജിതരാക്കാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് നിരന്തരം അവിടുത്തെ തിരുവചനങ്ങൾ വായിച്ച് വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൽ അവിടുത്തെ കൽപ്പനകൾ വായിച്ച് നിരന്തരം അവിടത്തോടുകൂടി ആയിരിക്കാം പ്രിയപ്പെട്ടവരെ. അടിയാത്തിക്ക് ചില വെളിപ്പാടുകൾ സ്വർഗനാഥൻ തന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അടിയാത്തെ വിളിച്ച് വേർതിരിച്ച വെളിപ്പാടിന് വേണ്ടി സന്ദർഭം ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഇനിയും ഒരിക്കൽ കൂടി അത് പിന്നീട് വിവരിക്കാം പ്രിയപ്പെട്ടവരെ. ആ വെളിപ്പാടിലേക്ക് കൂടി ഞാനൊന്ന് കടക്കുകയാണ് പ്രിയരെ. നമ്മുടെ ഭൂമി സൂര്യനെ എന്തുകൊണ്ട് ചുറ്റുന്നു? ചന്ദ്രനാകട്ടെ ഭൂമിയെയും ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മുടെ പരംപിതാവിൻ്റെ ലക്ഷ്യം പ്രിയരെ, നമ്മൾ
ചലിക്കാത്ത ഭൂമിയിൽ വാസം ചെയ്യണം എന്നതായിരുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഭൂമി പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇவ்விധം നമ്മൾ ഈ ചലിക്കുന്ന ഭൂമിയിൽ എന്തുകൊണ്ട് വാസം ചെയ്യുവാൻ ഇടയായി? ഒരു ശുദ്ധീകരണം തന്നെ പ്രിയപ്പെട്ടവരെ. രാവും പകലും മാറി മാറി ശുദ്ധീകരണവും വിശ്രമവും വഴി നമ്മളെ ശുദ്ധീകരിച്ച് നിത്യ പർദീസയിലേക്ക്, ചലിക്കാത്ത ഭൂമിയിലേക്ക്, പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുമ്പോൾ സ്വർഗത്തെ നേരിൽ കണ്ടുകൊണ്ട് അവിടുത്തെ ആരാധിക്കുന്ന ഒരു ഭൂമിയിലേക്ക് പ്രിയപ്പെട്ടവരെ, പുതിയ ആകാശമുണ്ടാകും എങ്കിൽ എന്നാൽ ആ ആകാശം ഇவ்விധം സ്വർഗം മറക്കുന്നതായിരിക്കില്ല. സ്വർഗത്തെ നന്നായി പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ. അവിടെ വസിക്കുവാൻ നമ്മെ ഒരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. തോത്രം. അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ ഇவ்விധം ഭൂമി ഉണ്ടായി എന്ന ഒരു ചിന്ത കൂടി ഒന്ന് കർത്താവിൻ്റെ വൻകൃപയിൽ വിവരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആദിയിൽ പർദീസായിൽ നമ്മളെ ആക്കി വെച്ചു. അപ്പോൾ ദുഷ്ടസാത്താൻ നമ്മളെ വഞ്ചിച്ച് തൻ്റെ പരിധിയിലാക്കാൻ ശ്രമിക്കുന്ന വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിൽ നോഹയുടെ കാലത്തെ പ്രളയം വരെ വിവരിക്കുന്ന ആ ഭാഗങ്ങൾ അവിടുത്തെ മനസ്സിലൂടെ കടന്നുപോയി പ്രിയപ്പെട്ടവരെ. ആദ്യത്തെ ഭൂമിയിൽ അവർ കഴിയുകയാണെങ്കിൽ പ്രളയത്തോടെ മാനവർ അവസാനിക്കും. പിന്നീട് ജനതതി വർദ്ധിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ. അவ்விധം പരംതാതൻ ആ സന്ദർഭത്തിൽ തന്നെ മാനവരെ കുറിച്ചുള്ള സൃഷ്ടികർമ്മം പരാജയമായല്ലോ എന്നോർത്ത് അവിടുത്തെ ഹൃദയം കഠിനവേദനയാൽ നുറുങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ. ഏഴായി തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം നിരവധിയായി ഒരു ഉഗ്രസ്ഫോടനമുണ്ടായി. നമ്മുടെ ദൈവത്തിൻ്റെ നുറുങ്ങിയ ഹൃദയം കണ്ടതിനാൽ തന്നെ ആദിയിലൊരു മഹാവിസ്ഫോടനം ഉണ്ടായി, ഭൂമി ഉണ്ടായെന്ന് ശാസ്ത്രവും പറയുന്നു. ഏതാണ്ട് 450 കോടി വർഷമായിരിക്കുന്നു ഈ ഭൂമി ഉണ്ടായിട്ട്. മനുഷ്യരാകട്ടെ ഏതാണ്ട് 70,000 വർഷവും ആയി. എന്നാൽ ഈ 450 കോടി വർഷം പ്രിയരെ, നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിഭൂമിയിൽ കിളച്ച് വിളയിടുന്ന ആ കാലയളവ് മാത്രമേ ആയിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ. ഏതായാലും വിളവെടുക്കാനുള്ള സമയം ആയിരിക്കുന്നുവെന്ന് കാലത്തിൻ്റെ ഈ പ്രത്യേകതകൾ നമ്മളെ വിളിച്ചറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ. അவ்விധം ഭൂമി ഏഴായിത്തീർന്നു പ്രിയരെ. സൂര്യൻ നിരവധിയായിത്തീർന്നെങ്കിലും 7 സൂര്യന്മാർ പ്രധാനമായും ഉണ്ട്. അത് ഭൂമിയെ ചുറ്റുന്നു. സൂര്യൻ ഭൂമിയിൽ നിന്നും തെറിച്ചു വീണ തീക്കട്ട തന്നെ പ്രിയപ്പെട്ടവരെ. ഭൂമിയുടെ 15 ലക്ഷം ഇരട്ടി വിസ്തീർണമുള്ള സൂര്യൻ പ്രിയരെ ഭൂമിയിൽ നിന്നും തെറിച്ചു വീണതുകൊണ്ട് ഭൂമി സൂര്യനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ചന്ദ്രനാകട്ടെ ഭൂമിയിൽ നിന്നും തെറിച്ചു വീണ കണ്ണാടി സദൃശമായ ഭാഗം, അതിനാൽ തന്നെ സ്വയം കത്താതെ സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുവാനും ചന്ദ്രന് സാധിക്കുന്നു. രാത്രിയിൽ അவ்விധം നമ്മുടെ ദൈവം ഭൂമിയെ പ്രകാശിപ്പിക്കാൻ തിരുമനസ്സാവുകയായിരുന്നു പ്രിയരെ. ഇவ்விധം 7 ഭൂമിയും 7 സൂര്യന്മാരെയും ചുറ്റുന്നു പ്രിയപ്പെട്ടവരെ. 7 14 ലോകമെന്ന് പുരാണം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, മഹർഷി വര്യന്മാർ വനാന്തരങ്ങളിൽ യാതൊരു മതത്തിൻ്റെയും വേലിക്കെട്ടുകളിൽ ഇരിക്കാതെ വനാന്തരങ്ങളിൽ ദൈവോന്മുഖമായി പ്രാർത്ഥിച്ചപ്പോൾ കണ്ട കാഴ്ച തന്നെ പ്രിയപ്പെട്ടവരെ.
മാനവരെ സൃഷ്ടിച്ച ആദ്യ പർദീസ ഏഴായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ പർദീസയിൽ നിന്നും ഭൂമിയിലേക്ക് ജനതകൾ വന്നുകൊണ്ടിരിക്കുന്നു. ശുദ്ധീകരണ ശേഷം തിരികെ പർദീസയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിത്യതയിൽ നിന്നും നിത്യതയിലേക്കുള്ള ഒരു പ്രയാണം തന്നെ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. പ്രിയരെ, ഭൂമിയെ തീക്കട്ടയായിരുന്ന ഭൂമി എങ്ങനെ വിധം ജലസമൃദ്ധമായി. പ്രിയപ്പെട്ടവർ, ജലം സ്വർഗത്തിൽ നിന്നും ഒഴിച്ചതുകൊണ്ട് തന്നെ ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ഭൂമിയെ നനയ്ക്കാൻ സമുദ്രത്തിലെ ജലം ഭൂമിയിൽ പകർന്ന യഹോവയാം ദൈവമെന്ന പരംദാതൻ ഭൂമിയെ സ്വർഗത്തിൽ നിന്നും കൈക്കൊടന്നയിൽ വെള്ളം പകർന്ന് ഭൂമിയെ നനച്ചതിനാൽ തന്നെ ഭൂമിയുടെ 3/4 ഭാഗത്തോളം ജലമായി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്നും ചില രാജ്യങ്ങളിൽ കാണുന്ന അഗ്നിപർവ്വതങ്ങൾ അവിടെ ആവശ്യത്തിന് ജലമാണ് ഭൂമിയെ നനക്കാൻ ഒഴിച്ചതെന്ന് അനുമാനിക്കാൻ കാരണമാകുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം 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 സ്തോത്രം. ഇവിധം രാത്രിയും പകലും കറങ്ങിക്കൊണ്ട് ഭൂമി അങ്ങനെ മനുഷ്യരെ ശുദ്ധീകരിച്ച് അന്ത്യത്തിൽ സൂര്യചന്ദ്രന്മാർ തങ്ങളുടെ ജോലി അവസാനിപ്പിക്കുകയും ഭൂമിയും മാനവരെയെല്ലാം ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്യും പരംപിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ. പ്രിയപ്പെട്ടവരെ, മാനവർ അത്യധികം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി പുതിയ പർദീസയിൽ വാഴുക തന്നെ ചെയ്യും. ഇന്ന് നിരീശ്വരവാദികളും യുക്തിവാദികളും അത്യന്തം വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ ഒരു സ്വർഗമുണ്ട്, ഒരു പർദീസയുണ്ട് എന്ന് പറയുന്നവരെ നോക്കി ചിരിക്കും. നമ്മൾ വിഡ്ഢികളാവും, അവരോ ബുദ്ധിമാന്മാർ ആയി മാറുന്ന ഒരു കാലഘട്ടമാണ്. വാസ്തവത്തിൽ ഈ ഭൂമിയിൽ നിന്ന് നോക്കി ചിന്തിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗമുണ്ടെന്നുള്ള ഒരു തീർച്ചയില്ല. പക്ഷേ നമ്മൾക്ക് നമ്മുടെ യേശുനാഥൻ്റെ തിരുവചനമാണ് പ്രിയപ്പെട്ടവരെ ആശ്രയം. ഏതൊരു മനുഷ്യൻ അല്ലെങ്കിൽ മറ്റു മതങ്ങളിലെ ഏതു ദൈവങ്ങൾ മരിച്ച വ്യക്തിയെ ഉയർപ്പിച്ചിട്ടുണ്ട്, ഇത്രയും രോഗസൗഖ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ എത്ര സൗഖ്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാൻസർ രോഗി, തളർവാദ രോഗികളെല്ലാം വിടുതൽ പ്രാപിച്ച് യേശുവിൻ്റെ അന്ത്യത്തിലേക്ക് വരുന്ന സാക്ഷ്യങ്ങൾ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അടിയാത്തിയുടെ എളിയ കൈയിൽ കർത്താവിൻ്റെ വൻകൃപയാൽ കൈകളാൽ നിരവധി രോഗികളെ സൗഖ്യമാക്കാൻ കൃപ ലഭിച്ചു. പ്രിയരെ, എല്ലാ മഹത്വവും കർത്താവിന് നേർന്നുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, വെറും ചപ്പും ചവറും പോലെ ആയ അടിയാത്തിയെ മഹത്തമാം കാര്യങ്ങൾക്കായി എൻ്റെ കർത്താവ് വിനിയോഗിക്കുന്ന വൻകൃപയ്ക്ക് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏവരും വിശ്വസിക്കുക, യേശുനാഥൻ ഏക സത്യദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുനാഥൻ്റെ തിരുരക്തത്തിലൂടെ ലോകജനതയ്ക്കാകമാനം രക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമുക്ക് ഏകാശ്രയം, നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കുവാൻ സാധിക്കുന്ന ഒരു നാമം നമ്മുടെ കർത്താവായ യേശുനാഥൻ്റെ അതിമഹത്വമേറിയ നാമമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുനാഥൻ്റെ അന്ത്യത്തിൽ വന്ദനയാം. പ്രിയപ്പെട്ടവരെ, ഏകദൈവമായ
സത്യദൈവമായ യേശുനാഥനിൽ വന്നണഞ്ഞ് നമുക്ക് സകല നന്മകളും പ്രാപിച്ച് ഈ ഭൂമിയിലും വരും ലോകത്തിലും സ്വർഗരാജ്യത്തിലും നമുക്ക് സന്തുഷ്ടരായി ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, പരംതാതൻ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാട്ടെ. പിതാവ് ദൈവത്തിൻ്റെ കൃപയും പത്തനാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംസർഗവും എല്ലാ മക്കളോടും ഉണ്ടായിരിക്കുമാറാട്ടെ. തൻ്റെ പുത്രനെ തന്ന് നമ്മെ സാത്താൻ്റെ കണിയിൽ നിന്നും മോചിപ്പിച്ച അവിടുത്തെ നാമമഹത്വത്തിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുവേ, വേഗം വരണമേ.